ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അവധി ദിവസത്തെ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കും അമ്മമാർക്കും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് അത്ര തിരക്കിട്ട് എഴുന്നേറ്റൊരു ദിവസമൊന്നുമല്ല, ഇന്ന് മുടക്കാണല്ലോ. അപ്പോൾ രണ്ടുപേരെയും തലയിൽ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തു ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഈ ദിവസം ഈ പറഞ്ഞ പോലെ അവധി ദിവസമാണ് ഇപ്പോൾ അതിന് പറ്റുള്ളൂ. മറ്റേത് നമുക്ക് ക്ലാസ്സൊന്നും വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാറ്റർഡേയും ക്ലാസ് അല്ലേ, അപ്പോൾ സൺഡേ മാത്രമാണ് ഒരു ഒഴിവ് കിട്ടുക. അപ്പോൾ രണ്ടുപേരുടെയും എന്താ പറയുക, തലയിലൊക്കെ ഓയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത്, അങ്ങനെ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് വരുമ്പോഴില്ലേ നമുക്ക് നല്ല ഒരു സുഖമാണ്, നല്ലൊരു തണുപ്പും. പിന്നെ അത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാനായിട്ട് തോന്നുന്നുണ്ട്. എനിക്കൊക്കെ അങ്ങനെയാണ് തോന്നാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ വെക്കാറില്ല, അതിന് കൂടുതൽ വെക്കാറില്ല. കാരണം വല്ല തുമ്മലോ അങ്ങനെ എന്തെങ്കിലും വരണ്ടാന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഫോണിൽ അരമണിക്കൂർ എന്തോ കണ്ടുകൊണ്ടിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമൊക്കെ ഇന്ന് അവധിയല്ല, അപ്പോൾ പിന്നെ പഠിക്കാനും കാര്യങ്ങളൊന്നും ഇന്ന് അത്ര വലിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇത്തിരി 4 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ല എക്സാം വരാൻ പോണേ, അപ്പോൾ കുറച്ച് ദിവസം അവധിയും കിട്ടി ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് രണ്ടുപേരും തലമുടി ഞാൻ വാഷ് ചെയ്ത് കൊടുത്തു. കാരണം ഓയിൽ കുറച്ചുണ്ട്, അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത്, അപ്പോൾ വൃത്തിയായിട്ട് കുറച്ചും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കുറച്ചും കൂടി ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് ചെറിയ മേക്കപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ചായയും കാര്യങ്ങളൊന്നും അവർ കുടിക്കാറില്ല. ചില സമയത്ത് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ കുടിച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേരും പാലാണ് ഒരു ഗ്ലാസ് കുടിക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും അവർക്ക് കലക്കിയിട്ട് എന്തെങ്കിലും പൊടികൾ അങ്ങനത്തെ ഇട്ടിട്ട് കൊടുത്താലും ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും മാറി കിട്ടുകയും ചെയ്യുള്ളൂ. ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ നോൺ വെജ് ആണെങ്കിൽ ഇപ്പം നോയമ്പായി ഇപ്പോൾ കഴിക്കണമില്ല, അപ്പോൾ ക്ലാസ്സിലും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം വരും. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എനർജി അവർക്ക് കുറച്ചും കൂടി ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ ചില കുട്ടികളെല്ലാം ഭക്ഷണമൊന്നും കഴിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലിൽ നമുക്ക് ഈ ഒരു പൗഡർ ന്യൂട്രി മിക്സ് എന്ന് പറഞ്ഞിട്ട്, ഇത് ഹെൽത്തി ഗ്രോത്തിനും ഡെയിലി ന്യൂട്രീഷനും വേണ്ടിയിട്ടുള്ള ഒരു പൗഡറാണ്. ഇത് കുട്ടികൾക്ക് സേഫായിട്ട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നല്ലൊരു പൗഡറാണ് വരണേ. അപ്പോൾ ഇതിൽ പാലിൽ മാത്രമല്ല, നമുക്കിത് വെള്ളത്തിലും വേണമെങ്കിൽ കലക്കിയിട്ട് കുടിക്കാം. പാലിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നതാവാൻ നല്ലത്. ഇതിൽ 6 തരം ഐറ്റംസാണ് മെയിനായിട്ടും പ്ലാന്റ് ബേസ് പ്രോട്ടീനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പരിപ്പ്, അതുപോലെ തന്നെ അരി, പിന്നെ റാഗി, അതുപോലെ തന്നെ ആൽമണ്ട്സ്, നട്ട്സ് എന്നിങ്ങനെയുള്ള ഓട്സ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണ്. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ കാര്യമൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ ശർക്കരയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഒരു പഞ്ചസാര എന്തായാലും ഇതിൽ ആഡ് ചെയ്യേണ്ട. പാലിൽ ഇതൊരു സ്കൂപ്പ് ചേർത്ത് കൊടുക്കുക. നട്ടും തന്നെ ചൂടില്ലാത്ത പാലിൽ ചേർക്കാൻ പാടുള്ളൂ. കാരണം ഭയങ്കര ചൂടായിട്ട് നമ്മൾ പാലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ അലിയാതെ കിടക്കും. പിന്നെ ഇതിൽ ചോക്ലേറ്റ് ഫ്ലേവേർഡാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അധികം അങ്ങനെ അറിയില്ല, അവരറിയില്ല. നല്ലൊരു മിൽക്ക് ഷേക്ക് കുടിക്കുന്ന പോലെയാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ ശേഷിക്കും ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ എല്ലാ നട്ട്സിൻ്റെയും ഇങ്ങനത്തെ പൗഡർ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ വേറെ സിന്തറ്റിക് കളേഴ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, പഞ്ചസാര ഇല്ല. പിന്നെ 100% വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻസും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നല്ല ഫ്ലേവറുമാണ്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ ഞായറാഴ്ചകളിൽ മിക്കപ്പോഴും വെള്ളയപ്പം ആയിരിക്കും. വെള്ളയപ്പം ഇസ്റ്റുവോ വെള്ളയപ്പം കോഴിമുട്ടയും കൂടിയിട്ടുള്ള കറിയോ. അപ്പോൾ ഇന്ന് വെള്ളയപ്പവും കടലക്കറിയായിരുന്നു. കാരണം കടല കുറച്ചധികം ഇരിക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കണേ. പലപ്പോഴും ദോശയായിരിക്കും ചിലപ്പോൾ മിക്കവാറും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ വീഡിയോസിൽ ഉണ്ടായിരിക്കുക. എനിക്കത് എന്താണെന്ന് അറിയില്ല. ഞാൻ ദോശ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും മിക്കവാറും ഞാൻ വീഡിയോ വ്ളോഗോ എന്തെങ്കിലും പിടിക്കുക. അപ്പോൾ ഞാൻ തന്നെ ഓർക്കും, അയ്യോ വേറെ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസം വ്ളോഗ് പിടിക്കായിരുന്നല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു ദോശയാണ് എൻ്റെ മോട്ടിവേഷൻ വീഡിയോ പിടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ കമൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു, അയ്യോ ദോശ ഒന്ന് വിട്ടുപിടിക്കുക ചേച്ചി, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ഫാക്ട്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല വീർത്തൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വല്ലാതെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഈ വെള്ളയപ്പം കറക്റ്റായിട്ട് പരന്ന് വരില്ല. അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ഏതൊരു പലഹാരം ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ടെമ്പറേച്ചറും കറക്റ്റായിട്ട് ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ വരുമ്പോഴാണ് ആ ഒരു പലഹാരം നല്ല കറക്റ്റായിട്ട് ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ.
അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കടലക്കറി ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ കടലക്കറി ഉണ്ടാക്കണതിൽ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഗരം മസാല. ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അധികം ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കാം. ഓയിൽ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഓയിലില്ലെങ്കിലും കറി ഉണ്ടാക്കി വരുമ്പോൾ ഓയിൽ അതിൽ വരും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ മുരിഞ്ഞ ശേഷം നമ്മളതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആദ്യം തന്നെ കൊണ്ട് ചേർക്കേണ്ട കാര്യമില്ല, അത് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ 1 കപ്പ് കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്തോന്നാണ് അമ്മച്ചി നോക്കണം. കാരണം വേവ് ഇങ്ങനെ കുറഞ്ഞ് നിന്ന് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കടല നന്നായി വെന്തിട്ടുണ്ട്. അതിലുള്ള ചാറും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളയപ്പത്തിന് ചാറ് പോലെ വേണ്ടേ. പിന്നെ വേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇവർ തണ്ണിമത്തങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചിയും മക്കളും കൂടി. തണ്ണിമത്തങ്ങ നമ്മൾ നന്നായി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് പഞ്ചസാര ചേർത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കടല ഞാൻ ആ ഒരു ചാറോട് കൂടി തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ മസാലയും ഇതെല്ലാം പിടിച്ച് നന്നായിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ആ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് കിട്ടുക. തേങ്ങ അരച്ച തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷെ ഒരു 1/2 കപ്പ് നല്ല തിക്നെസ് ഉള്ള പാല് ചേർത്താൽ മതി. ആ ചേർക്കുന്നതോട് കൂടി കറിക്ക് നല്ലൊരു ചെറുതായിട്ടൊരു തിക്നെസ് വരികയും ചെയ്യും. അപ്പോൾ നമ്മളിനി ഉപ്പും എന്തെങ്കിലും കാര്യങ്ങൾ പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് അതിന് കിട്ടും. അപ്പോൾ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, വേപ്പിലയോ അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് കാച്ചി ഒഴിക്കുകയാണ്. കാച്ചി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഗരം മസാല, എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ലാസ്റ്റിൽ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഒന്നിട്ട് മുകളിലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ അതും കൂടി ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും വെള്ളയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ചേർത്തുകൊണ്ട് തന്നെ കടലക്കറിക്ക് കുറച്ചും കൂടി ഒരു വ്യത്യാസമായ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. എന്താണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഐറ്റംസ് ഉണ്ട്. ദോശയും അതുപോലെ തന്നെ വെള്ളയപ്പവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് മെയിനായിട്ടും ഇങ്ങനത്തെ അപ്പം പോലത്തെ ഐറ്റംസ് രാവിലെ കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഒരു കപ്പ് കട്ടൻ കാപ്പിയോ നല്ല ചായ, ചൂട് ചായ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കിട്ടണം. പലഹാരത്തിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കഴിക്കുമ്പോഴാണ് എനിക്കിഷ്ടം. അത് നമ്മൾ ഹോട്ടലിൽ പോയാലും ഞാൻ പറയും എനിക്ക് ഒപ്പം തന്നോളോട്ടാന്ന്. കാരണം ചിലപ്പോൾ അവർ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാവും ചായ കൊണ്ടുവരും. അപ്പോൾ എനിക്കതൊരു ഗുമ്മില്ല, രണ്ടും കൂടി ഒരുമിച്ച് കിട്ടണം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഏതാണെന്നും അതിൻ്റെ റീസൺ എന്താണെന്നും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മാവ് കുറച്ചധികം ബാക്കിയുണ്ട്. അവർ റോസും എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ അവധി ദിവസമൊക്കെ അവർ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ വരുമ്പോൾ ഞാൻ 2 പേരെയും വിളിക്കും. അവർ ഹെൽപ്പ് ചെയ്യാൻ വരും. അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ 2 പേരും കളിക്കുകയായിരുന്നു. ഞാനപ്പോൾ എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ ഒരു 12 മണിയായപ്പോൾ 2 പേർക്കും എന്തെങ്കിലും കളിക്കണം, ബോറടിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ്. അപ്പം ഞാൻ കുറച്ച് പേപ്പർ കപ്പുകൾ എടുത്ത് വെച്ചിട്ട് പേപ്പർ കപ്പ് കൊട്ടാരം എന്ന് പറഞ്ഞൊരു ഗെയിം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം ആരാണ് ഈ ഗെയിമിൽ വിൻ ചെയ്യണേന്ന്. അപ്പോൾ ഈ ഗെയിം ഭയങ്കര ഈസിയാണ്. ഇതിനായിട്ട് നിങ്ങൾ 21 കപ്പുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും താഴത്തെ റോയിൽ 6 എണ്ണം വെച്ച് വെക്കുക. പിന്നെ നമ്മൾ മുകളിലോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ഈസിയാണ്. നിങ്ങൾ വീട്ടിൽ കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പേപ്പർ കപ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ കുറച്ച് കപ്പ് വാങ്ങി വെക്കി. എന്നിട്ട് ഇത് വെച്ച് കുറേ കളികൾ കളിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇനി വഴിയെ വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയത് ഇസയ്ക്കും, സെക്കൻഡ് കിട്ടിയത് ആഞ്ചലോയ്ക്കും, തേർഡ് കിട്ടിയത് റോസുവിനുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമും കൂടി നോക്കാം. ഇത് കളിച്ചപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയി എല്ലാവർക്കും. ഇത് പേപ്പർ കപ്പുകൾ ഊതി ഇങ്ങനെ എത്തിക്കുന്ന ഒരു ഗെയിമാണ്. ഏറ്റവും അറ്റത്ത് എത്തിക്കണം ഊതിയിട്ട്. ഏറ്റവും കൂടുതൽ കപ്സ് അറ്റത്ത് എത്തിക്കുന്ന ആളാണ് വിജയ്. അപ്പോൾ ഇതിന് ഞങ്ങൾ 1 മിനിറ്റ് ടൈമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് റോസു 3 കപ്സാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബാക്കിയുള്ളവർ എത്ര എത്തിക്കും നമുക്ക് നോക്കാം.
അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ടേബിളിൽ ഇരുന്നിട്ട് കഴിച്ചേ. അപ്പോൾ ഉച്ചയ്ക്കായപ്പോൾ നമ്മളെല്ലാവരും സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും സിനിമ ചിലപ്പോൾ ടി വിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ മുകളിലോട്ട് വന്നിരിക്കുകയാണ് വെറുതെ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ടി വി കാണുന്ന നേരത്ത് പതിവ് പോലെ തന്നെ എന്തെങ്കിലും സിനിമ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് 2 മണി വരെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മുകളിലോട്ട് പോയിട്ട് അവർ ക്രാഫ്റ്റൊക്കെ ചെയ്യാനും കളിക്കാനൊക്കെ ആയിട്ട് നടന്ന് നോക്കിയാക്കട്ടെ. അയ്യോ എന്നിട്ട് കാണണേ അല്ലേ? മാങ്ങ അവിടെ മാവുണ്ടല്ലോ അല്ലേ? ചപ്പാത്തിയാ? ഇതും സാധനം പാത്ര ചപ്പാത്തി അല്ലേ? ഓ ഇത് നല്ല വാങ്ങിണ്ടല്ലേ? ഞാനത് വെട്ടിയെടുത്തതാ. മാംഗോ ബേക്കറിയുടെ ഒരു പെട്ടിന്റെ അതിന്റെ ഉള്ളിലൊക്കെ വെട്ടിയെടുത്തു. ഇവിടെ തോട്ടം ഇതായിരുന്നു ഇവിടെ പടം വേണ്ട ഞാനൊക്കെ വെട്ടി. അപ്പോൾ ഇസകുട്ടി കാർഡ്ബോർഡ് കൊണ്ട് കിച്ചൺ സെറ്റ് പോലെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയെ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു വ്ളോഗായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ പറയണം. പിന്നെ നിങ്ങൾ കറി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾ ഈ പേപ്പർ കപ്പ് ഗെയിം കളിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.